ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീമയാണ്. സ്കീമ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുക? സോ ഇതെല്ലാം നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു സെർച്ച് എഞ്ചിനിലല്ലേ. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഈസി ആയിട്ട് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിനുള്ളിൽ എന്താണുള്ളത് എന്ന് ഈസി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കീമ എഴുതുന്നത്. പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് സെർച്ച് എഞ്ചിനാണെങ്കിലും സെർച്ച് എഞ്ചിന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ലോക്കൽ ബിസിനസ്സാണ്. ഈ ലോക്കൽ ബിസിനസ്സിൻ്റെ പേര് ഇതാണ്, ഇതിൻ്റെ URL ഇതാണ്, ഇതിൻ്റെ ഇമേജ് ഇതാണ്, ഇതിൻ്റെ ലോഗോ ഇതാണ്, ഇതിൻ്റെ ഫോൺ നമ്പർ ഇതാണ്, ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് റുപ്പീസിലാണ്, ഡോളേഴ്സിലല്ല, ലൊക്കേഷൻ എവിടെയാണുള്ളത്, ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഇതാണ്, ലോജിറ്റ്യൂഡ് ഇതാണ്. പിന്നെ ഇതേ സെയിം എൻറ്റിറ്റി തന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും കാണുന്ന വേറെ എൻറ്റിറ്റീസും. അതായത് നമ്മുടെ എന്തൊക്കെ ബിസിനസ് അസറ്റ്സ് ഉണ്ടോ അതെല്ലാം അവിടെ സെയിം ആസ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മെയിൻ വെബ്സൈറ്റും ബാക്കിയുള്ള എല്ലാ സൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്കായി വരും. അതുപോലെ ഓപ്പണിംഗ് അവേഴ്സും ക്ലോസിംഗ് അവേഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ഡാറ്റാസ് നമ്മളിതിൽ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡാറ്റ സ്ട്രക്ചർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, സ്ട്രക്ചേർഡ് ഡാറ്റേനെ പറയുന്ന പേരാണ് സ്കീമ. നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി നോക്കി നോക്കാം എന്താണ് സ്കീമ എന്നുള്ളത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ മാക്സിമം എന്താണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ്, അതേപോലെ ഡിസ്ക്രിപ്ഷൻ, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ 100% ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഒപ്റ്റിമൈസ് ഗൂഗിളാണ്. മനസ്സിലായോ? ഓൺ പേജ് SEOയിലെ അടുത്ത ഒരു ചാപ്റ്ററാണ് സ്കീമ എന്ന് പറയുന്നത്. schema.org എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കീമ അവർ ജനറേറ്റ് ചെയ്ത് തരും. അതല്ലെങ്കിൽ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് മാനുവലായിട്ട് എഴുതാനും പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ഡെവലപ്പറുടെ സഹായത്തോടു കൂടി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് പ്രോപ്പറായി എഴുതുക തന്നെയാണ്. പിന്നെ അതിലുള്ള വേറൊരു ഓപ്ഷനാണ് FAQ എന്ന് പറയുന്നത്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഗൂഗിളിലൊക്കെ തപ്പുമ്പോൾ കണ്ടിട്ടില്ലേ, പീപ്പിൾ ഓൾസോ സെർച്ച് ഫോർ എന്നൊക്കെ കൊണ്ട് തപ്പണ കണ്ടിട്ടില്ലേ? ആ ഒരു റിസൾട്ട് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മളിതിൽ എൻഡ് യൂസർ തപ്പുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മുടെ FAQയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ച് ലിസ്റ്റിൽ നമ്മുടെ പ്രൊഫൈല് കയറി വരാൻ, അതായത് ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ പോലെ നമ്മുടെ പ്രൊഫൈലിൽ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് എന്താണ്, അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ചോദിച്ചത് അതാണ് അവിടെ എഴുതിയത്, അക്സെപ്റ്റഡ് ആൻസർ, നമ്മൾ പറയുന്ന ആൻസർ ഇതാണ്. അങ്ങനെ ഒരു റെഫറൻസ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര പരപ്രദമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ChatGPTയിൽ പോയിട്ട് ഹു ഈസ് ദിസ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24-year-old ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് കാണിക്കുന്നതിന് വൺ ഓഫ് ദ റീസൺ ഇതാണ്. രണ്ടാം മെയിൻ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2001 അപ്പോൾ അതുകൊണ്ട് ആ ഡൊമൈൻ ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അതിൽ കൊടുക്കുന്ന ഡാറ്റേനെ കുറച്ചും കൂടി വ്യക്തമാക്കി കൊടുക്കാൻ ഇത് സഹായിക്കും. പിന്നെ ബ്രെഡ് കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബിസ് പേജ് റിസർച്ച് തപ്പുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൈറ്റ് തന്നെയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സൈറ്റ് മാത്രം കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈസി എന്ന് പറയുന്നത് സൈറ്റ് എഴുതിയിട്ട് ഒരു സെമിക്കോളൻ ഇട്ടിട്ട് ബിസ് പേജ് research.com എന്ന് URL അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് മാത്രമാണ് ഗൂഗിൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന സൈറ്റുകളെ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൺ ഓഫ് ദ മെത്തേഡ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ബ്രെഡ് ക്രംസ് സെലക്ട് ചെയ്യുക. അതായത് ഐറ്റമായിട്ട് നമ്മുടെ ഓരോരോ പേജുകളിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഇത് അടുത്ത ഒരു വേ ഓഫ് മാപ്പിംഗ് ആണ്. പിന്നെ എന്ന് പറയുന്നത് സൈറ്റ് മാപ്പാണ്. സൈറ്റ് മാപ്പ് എല്ലാം നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.